ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്വതന്ത്ര ശീലം ഇഷ്ടപ്പെടുന്ന വലിയ ബുദ്ധിശക്തികൾക്ക് ഉടമകളായിട്ടുള്ള അഭിമാനശീലവും നർമ്മബോധവുമുള്ളതായ പൊതുവേ ശാന്ത സ്വഭാവക്കാരായ ശാന്തശീലരായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരിലെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വൃത്തിയോടും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ചെയ്യുന്നവരാണ്. തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നവരോട് കൂടുതലായിട്ട് സംസാരിക്കുവാനും സന്ദർഭോചിതമായിട്ട് പെരുമാറുവാനും കഴിയുന്നതായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ജൂൺ മാസത്തിൻ്റെ പകുതി വരെ ആയില്യം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജൂൺ മാസം പകുതിക്ക് ശേഷം സൂര്യനും ബുധനും ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രനും 12ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ജൂൺ മാസം പകുതിക്ക് ശേഷം ആയില്യം നക്ഷത്രക്കാർ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഈ ജൂൺ മാസം 15-ാം തീയതിക്ക് ശേഷമുള്ള പകുതിക്ക് ശേഷമുള്ള ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതും, ഈ സമയത്ത് ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാലും കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 5ാം ഭാവാധിപതി കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാലും വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. 7ാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. അസ്വാരസ്യങ്ങളും വിഷമതകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.